ഇതൊക്കെ സത്യമാണെങ്കിൽ തെലുങ്ക് ചലച്ചിത്ര ലോകത്തെ കാത്തിരിക്കുന്നത് അതിതീവ്രമായ ദുരന്ത കൊടുങ്കാറ്റാണ്. തെലുങ്ക് ചലച്ചിത്ര ലോകത്തെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളെയാണ് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നത്. ഈ നഷ്ടം ചലച്ചിത്ര ലോകം എങ്ങനെ നികത്തും? ആരാധകരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ വരട്ടെ, ഇതൊക്കെ കേവലം പ്രവചനങ്ങൾ മാത്രമാണ്. ജ്യോതിഷിമാരെയും സന്യാസിമാരെയും തട്ടിയിട്ട് നടക്കാൻ വയ്യാതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. ഓരോ സമയത്ത് ഓരോ പ്രവചനങ്ങൾ അങ്ങ് നടത്തും. ചക്ക വീണ് മുയല് ചാവുന്ന പോലെ ഒന്നും രണ്ടും കാര്യങ്ങൾ അതിൽ നടപ്പാവുകയും ചെയ്യും. അതോടെ ഈ പറയുന്ന ജ്യോതിഷികളൊക്കെ അങ്ങ് ഫേമസ് ആകും. ഒരു പ്രാവശ്യം ചക്ക വീണപ്പോൾ മുയല് ചത്തു എന്ന് പറഞ്ഞ് എപ്പോഴും വീഴുമ്പോൾ മുയല് ചാവണമെന്നില്ല എന്ന് അറിയുന്ന ഇക്കൂട്ടർ പ്രവചിക്കുമ്പോൾ 5ഉം 6ഉം 10ഉം ഒക്കെ ഒരുമിച്ചാണ് എങ്കിലല്ലേ രണ്ടെണ്ണമെങ്കിലും നടക്കൂ. ഇപ്പോഴത്തെ പ്രവചനം തെലുങ്ക് സിനിമാ ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്നതാണ്. വിവാദമായ നിരവധി പ്രവചനങ്ങൾ നടത്തിയ ജ്യോതിഷി വേണുസ്വാമി വിചിത്രമായ പ്രവചനങ്ങളുമായി വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു. തെലുങ്ക് സിനിമാ താരങ്ങളായ പ്രഭാസ്, വിജയ് ദേവരക്കൊണ്ട, സാമന്ത റൂത്ത് പ്രഭു എന്നിവർ ആത്മഹത്യ ചെയ്തേക്കാം എന്നാണ് വേണുസ്വാമി അവകാശപ്പെടുന്നത്. ഇക്കാര്യം പറയുന്ന വേണുസ്വാമിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തന്റെ ജ്യോതിഷ കണക്കുകൂട്ടലുകൾ പ്രകാരം വിജയ് ദേവരക്കൊണ്ട ആത്മഹത്യ ചെയ്യാനാണ് ഏറ്റവും സാധ്യതയുള്ളതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പ്രഭാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. വേണുസ്വാമിയുടെ പ്രവചനത്തിന് പിന്നാലെ നെറ്റിസൺസ് രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത്തരം പ്രസ്താവനകൾ താരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും വേദനിപ്പിക്കുമെന്ന് പലരും ചൂണ്ടിക്കാട്ടി. ഈ പ്രവചനങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ പരസ്യമായി നടത്താൻ സാധിക്കുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. അതേസമയം സെലിബ്രിറ്റികളെ ഭയപ്പെടുത്താനാണ് വേണുസ്വാമി ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. വില കൂടിയ പൂജകൾക്കും ആചാരങ്ങൾക്കും വേണ്ടി തന്നെ സമീപിക്കാൻ ഈ ഭയം ഉപയോഗിക്കുകയാണ് വേണുസ്വാമി ചെയ്യുന്നത് എന്നാണ് ആരോപണം. മുൻകാലങ്ങളിലും അദ്ദേഹം മറ്റു താരങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും കുറിച്ച് സമാനമായ നെഗറ്റീവ് പ്രവചനങ്ങൾ നടത്തിയിരുന്നു. ഇതാദ്യമായല്ല വേണുസ്വാമി ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നതും വിവാദത്തിലാകുന്നതും. നേരത്തെ താരദമ്പതികളായ നാഗചൈതന്യയുടെയും ശോഭിത ധൂലിപാലയുടെയും വേർപിരിയൽ പ്രവചിച്ച് അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. സാമന്തയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് നാഗചൈതന്യ ശോഭിത ധൂലിപാലയെ വിവാഹം കഴിച്ചത്. വേണുസ്വാമിയുടെ പ്രവചനം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നാഗചൈതന്യയും ശോഭിതയും 2027 അവസാനത്തോടെ തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കുമെന്നാണ് വേണുസ്വാമി പ്രചരിപ്പിച്ചിരുന്നത്. ഈ പ്രവചനത്തിന് പിന്നാലെ വേണുസ്വാമിക്കെതിരെ ആരാധകർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തെലങ്കാന ഹൈക്കോടതി വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. 2027 മറ്റൊരു സ്ത്രീ കാരണം നാഗചൈതന്യയുടെയും ശോഭിതയുടെയും ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാകുമെന്നായിരുന്നു വേണുസ്വാമി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ അന്ന് പറഞ്ഞത്. അല്ലു അർജുൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കുമെന്നും മുഖ്യമന്ത്രി വരെ ആയേക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്.